ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ഔട്ടിങ്ങിന് പോവാണ് കേട്ടോ. കുറേ ആയി പുറത്തേക്കൊന്ന് പോയിട്ട്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ചാവക്കാട് ബീച്ചിലേക്കാട്ടോ. പിന്നെ മറൈൻ വേൾഡിലേക്കും പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് പുറപ്പെട്ടു കേട്ടോ. ഭക്ഷണമൊന്നും കഴിച്ചില്ല, പുറത്തുനിന്ന് കഴിക്കാൻ വേണ്ടി. തൃശ്ശൂർ എത്തി നെഹ്ദി കുഴിമന്തി അവിടേക്ക് പോകാറുണ്ട്. അവിടെ എത്തിയപ്പോൾ ഒടുക്കത്തെ തിരക്ക്, കാരണം ഭയങ്കര തിരക്ക്. ഞങ്ങൾ അരമണിക്കൂറോളം പുറത്ത് നിന്നു. അത്രയും തിരക്ക്. പക്ഷേ വെയിറ്റ് ചെയ്തിരുന്നാലും നല്ല ഫുഡാണ്, ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട്. കാത്തിരുന്ന് കുഞ്ഞൂസിന് തന്നെ ആകെ ടയേർഡായി. നമുക്ക് 2:30 ആയിട്ട് ഭക്ഷണം കിട്ടുമ്പോൾ തന്നെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ. അൽഫാം റൈസാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എന്താ പറയുക, അൺലിമിറ്റഡ് ആണ് അവിടുത്തെ ഫുഡ്, ഒരു രക്ഷയില്ല. ഇനിയും പോകണമെന്ന് ആഗ്രഹമുണ്ട്. അടിപൊളിയായിരുന്നു. ശേഷം ഞങ്ങൾ അങ്ങനെ ചാവക്കാട് ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ മറൈൻ വേൾഡ്. കുഴപ്പമില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ പറഞ്ഞാൽ എന്താ പറയുക, അടിപൊളി സംഭവം കാണാൻ പറ്റുക. അടിപൊളിയായിട്ട് ധാരാളം മീനുകൾ, നിറയെ ഫിഷുകളുണ്ട് കേട്ടോ. കാറിൽ അതുപോലെ ഓട്ടോറിക്ഷയിലൊക്കെ ഇങ്ങനെ മീനുകളെ വളർത്തിയിട്ട് അടിപൊളിയായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. എത്രയാണ് ഫുള്ളൊരു എന്താ പറയുക അക്വേറിയം മുഴുവൻ ഫിഷിൻ്റെ തന്നെ. വലിയ മീനുകളുണ്ട്, ചെറിയ മീനുകളുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. കയറിപ്പോണ ഭാഗത്തുള്ള ചെറിയ മീനുകളാണ് കേട്ടോ. കളർഫുള്ളായിട്ടുണ്ട്, അടിപൊളിയാണ്. അവിടെ പറഞ്ഞാൽ ലൈറ്റ് കുറവായിരിക്കും കേട്ടോ. ലൈറ്റ് ഇങ്ങനെ ഇരുട്ടത്ത് കാണാനല്ലേ ഭംഗി, അത് കാരണം ലൈറ്റൊക്കെ കുറവാണ്. മീനുകൾ തന്നെ അടിപൊളിയാണ്, പക്ഷെ അവിടെ നമുക്ക് തൊടാനൊന്നും പറ്റില്ല കേട്ടോ. അവിടെ അടുത്ത ആൾക്കാരൊക്കെ നിൽക്കുന്നത് നമുക്ക് കാണുമ്പോൾ അവരൊന്നും തൊടരുത് എന്നൊക്കെ പറഞ്ഞു. കടലിലുള്ള എല്ലാ മീനും ഉണ്ട് പറയാൻ, മൊത്തത്തിൽ പറയുകയാണെങ്കിൽ. സ്രാവ് മീനും പല സൈസ്, പല തരം നമ്മൾ കണ്ടിട്ട് കൂടി ഉണ്ടാവില്ല. അങ്ങനത്തെ പല മോഡലിലും ഒക്കെ ആയിട്ട് നിറയെ മീനുകളുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കുമ്പോൾ എന്നെ നോക്കുക മീൻ. ഇത് താഴെ ചില്ലിൻ്റെ അടിയിൽ താഴെ മീനായിട്ട് കേട്ടോ, അതുണ്ട്. അപ്പോൾ നമ്മൾ ചെരുപ്പിടാണ്ട് കയറണം പറഞ്ഞ ഗ്ലാസിൻ്റെ അടിയിൽ മീനുണ്ടായിരുന്നു. പിന്നെ ഉള്ളിക്ക് ഇങ്ങനെ ഫുള്ള് അക്വേറിയമാണ്. എന്ത് ഭംഗിയാണെന്നറിയാം കാണാൻ, വെളിയാണ്. ഒരു ദിവസം നമ്മൾ ഫാമിലിയായിട്ട് പോവുകയാണെങ്കിൽ ഒരു ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടത്. ഫാമിലിയായിട്ട് പോയി കഴിഞ്ഞാൽ സമയം പോണത് അറിയില്ല. ഏകദേശം ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്നു കേട്ടോ. ഇവിടെ പിന്നെ സ്പായൊക്കെ ഉണ്ട് കേട്ടോ. കാലിട്ടിട്ട് അതിൽ ഞാൻ അതിലൊന്നും നിന്നില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ കാണാനും മീനുകളിനെ കാണാലോ എന്നിട്ട് അങ്ങനെ നടന്നു. നന്നായിട്ടുണ്ടല്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ മീനെ കാണാൻ. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ പോകുന്ന ടൈമിൽ അത് സ്രാവ് മീൻ, കൊമ്പൻ സ്രാവ് പറയുന്നു. എന്തായാലേ രണ്ടെണ്ണം ഉണ്ട്. രണ്ട് സ്രാവുണ്ട്. ആദ്യമൊക്കെ സ്രാവ് മീൻ കാണുന്നത് അടിപൊളിയായിരുന്നു. ഇവിടെ പറഞ്ഞാൽ ഈ പാറയും കൊണ്ടാണ്, പാറക്കല്ലില്ലേ അതിലാണ് വർക്ക്. അവർ ചെയ്ത രീതി അടിപൊളിയായിട്ടുണ്ട്. സെറ്റ് ചെയ്തത് മീനിന് നല്ലൊരു സേഫ്റ്റി ആയിട്ട് തന്നെ അതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ അടിപൊളിയായിട്ട് ഫുള്ള് പാറക്കല്ലാണ്, ഫുള്ള് പാറയാണ്. ഒരു വെള്ളത്തിൻ്റെ ഒക്കെ സെറ്റപ്പ് അടിപൊളിയായിട്ടുണ്ട്. മുകളിലേക്ക് കയറിപ്പോണ ഭാഗമാണ് കേട്ടോ. മുകളിൽ നിറയെ മീനുകളുണ്ട്. അക്വേറിയൊക്കെ നല്ല ആമയുണ്ട് പറഞ്ഞിട്ട്, ആമകളുണ്ട്.
ഇതാണ് ഏറ്റവും വലിയ മീൻ കേട്ടോ. ഇത് കണ്ടതിൽ ഏറ്റവും നല്ല വലുപ്പമുള്ള മീനാണ്. ഇത് നമ്മുടെ മുകളിൽ കൂടെ ഗ്ലാസ് വെറുതെ നടക്കുന്നുണ്ടോ. ഈ അടുത്ത് അടിപൊളി. ഈ ഒരു ഭാഗം എനിക്ക് ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ടത് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഈ മീനുകൾക്ക് നമുക്ക് ഭക്ഷണം അവർക്കുള്ള തീറ്റ കൊടുത്താൽ അതിന് നമ്മൾ നന്നായി കൈ നല്ല വാഷ് ചെയ്തിട്ട് നമ്മൾ ചെയ്യണം എന്നിട്ട് അവർ ബോർഡിൽ കൊടുക്കുന്നത്. കുറേ പേരൊക്കെ അവരിങ്ങനെ തീറ്റയ്ക്ക് കൊടുത്തു. പക്ഷെ ഞാനും പോയില്ല. അവർ ചാകര പറഞ്ഞ പോലെയാണ് മീനുകൾ. വേഗം വന്നിട്ട് അവർ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പൊരിയാന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ ബാക്കിൽ കൂടെ ഇറങ്ങിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത ശേഷം ഞങ്ങൾ ബീച്ചിൽ പോയിട്ടോ. ബീച്ചിൽ നല്ല അത്യാവശ്യം ബീച്ചിലാണെങ്കിൽ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 4:30 ആയിട്ടുള്ള അവിടെ എത്തിയത്. ബീച്ചിൽ കടൽ കണ്ടപ്പോൾ ഭയങ്കര